1991 കോൺഗ്രസ് നേതൃത്വം നൽകിയ അന്നത്തെ ഗവൺമെൻറ് ആരംഭിച്ച ആഗോളവൽക്കരണ നയങ്ങൾ രാജ്യത്തിൻ്റെ സ്വാശ്രയത്വം തകർക്കുന്നതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ നാമാവശേഷമാക്കുന്നതുമാണ്. അന്നു മുതൽ ഇന്ത്യയിലെ തൊഴിലാളികൾ സംഘടിതമായി പൊതുമേഖലാ സ്വകാര്യവൽക്കരണത്തെ ശക്തമായി എതിർത്തു വരികയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ് ആഗ്രഹിച്ചതുപോലെ സ്വകാര്യവൽക്കരണം നടപ്പാക്കാൻ UPA ഗവൺമെൻറ്റിൻ്റെ കാലം വരെ സാധിച്ചില്ല. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം സ്വകാര്യവൽക്കരണ നടപടികൾക്ക് വേഗത കൂടി. പൊതുമേഖലാ വ്യവസായങ്ങൾ മാത്രമല്ല, മറ്റ് സേവന മേഖലകളിലേക്ക്, വൈദ്യുതി, ടെലികോം തുടങ്ങിയ മേഖലകളിലേക്ക്, റോഡുകൾ തുടങ്ങിയ ആസ്തികൾ, നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന ഒരു പദ്ധതിയിലൂടെ സ്വകാര്യ കുത്തകൾക്ക് വിൽക്കാനുള്ള നീക്കം, ഇതെല്ലാം ദ്രുതഗതിയിൽ ആരംഭിച്ചു. ഈ നയങ്ങൾക്കെതിരായി തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമിതി ദേശീയ പണിമുടക്കങ്ങൾ നിരവധി നടത്തി. ഇപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും മോദി അധികാരത്തിൽ വന്നതോടെ ആദ്യത്തെ ബജറ്റിൽ തന്നെ ആസ്തി വിൽപ്പന, ടെലികോം മേഖലയിലെ സ്വകാര്യവൽക്കരണം, വൈദ്യുതി വിതരണ മേഖലയിലെ സ്വകാര്യവൽക്കരണം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പൊതുമേഖലയെ സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുന്ന സ്വകാര്യവൽക്കരണ നടപടികൾക്കാണ് പ്രഖ്യാപനം നടത്തിയത്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള സ്വാശ്രയത്വത്തെ ദുർബലമാക്കും. സാമ്രാജ്യത്വ ബഹുരാഷ്ട്ര കുത്തകകൾക്കും ഇന്ത്യൻ കുത്തക മുതലാളി വർഗത്തിനും രാഷ്ട്രസമ്പത്ത് വൻതോതിൽ കൊള്ളയടിക്കാൻ അവസരം നൽകുന്നതുമാണ്. ഇതോടൊപ്പം തന്നെയാണ് ലേബർ കോഡുകൾ നടപ്പാക്കാനുള്ള നീക്കം. ലേബർ കോഡുകൾ 2019 പാസാക്കിയെങ്കിലും ഇതുവരെ അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നില്ല. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇറക്കി നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്ത മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകണമെന്ന ആവശ്യം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ തൊഴിലാളികളും കർഷകരും അധ്വാനിക്കുന്ന ജനതയാകെ ചേർന്ന് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ മെയ് മാസത്തിൽ ദേശീയ പണിമുടക്കിനാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് 18 ഡൽഹിയിൽ ചേരുന്ന തൊഴിലാളി സംഘടനകളുടെ ദേശീയ കൺവെൻഷൻ പണിമുടക്ക് തീയതി പ്രഖ്യാപിക്കും. ഈ സമരത്തിന് കർഷക സംയുക്ത സമിതി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദേശീയ പ്രക്ഷോഭം പൊതുമേഖല സ്വകാര്യവൽക്കരണത്തിനെതിരായി, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ നടപ്പാക്കുന്നതിനെതിരായി, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നൽകുന്ന നടപടി സ്വീകരിക്കാത്ത കേന്ദ്ര നയത്തിനെതിരായും രാജ്യവ്യാപകമായി നടക്കുന്ന ഈ പൊതുപണിമുടക്ക് വിജയിപ്പിക്കാൻ CPIM സംസ്ഥാന സമ്മേളനം ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കൊല്ലത്ത് ചേരുന്ന സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിലൂടെ ഈ പ്രക്ഷോഭ സമരത്തെ വിജയിപ്പിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യും.